ഹായ് കേരട്സ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരട്സ് 2026 ഇന്ത്യൻ നേവിയുടെ SSR MR MAയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഫോം ഫില്ലിംഗ് ഡേറ്റും ക്ലോസ് ആയിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ഡേറ്റ് ക്ലോസ് ആയ ഉടനെ തന്നെ ഇന്ത്യൻ നേവി ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്ഷൻ വിൻഡോ ഈ ഡേറ്റിന് ഓപ്പൺ ആവുമെന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ നേവി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ കുട്ടികളെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുമുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾ ഫുൾ കാണണം. നിങ്ങളും 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫോം ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2026 നേവി SSR MR MAക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും ഫുൾ പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. 2025 അപ്ഡേറ്റ് അടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആന ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനിയും ഒരു ഇൻഡേക്ക് കൂടി ബാലൻസ് ഉണ്ട്. ആ ഒരു ഇൻഡേക്കിലേക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അതായത് 2025 3 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നത്. 2 ഇൻടേക്കിൻ്റെ ഫുൾ പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു ഇൻടേക്കിൻ്റെ പ്രോസസ് ബാലൻസ് ആണ്. അതിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2026 2 ഇൻടേക്കിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് കാണാവുന്നതാണ്. April 10 and 11 ആണ് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നാളെ രാവിലെ ചിലപ്പോൾ ഒത്തിരി പേർ മെസ്സേജ് ചോദിക്കും, സർ ഇന്ന് രാത്രി എത്ര മണി വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളെ, നാളെ വൈകുന്നേരം നിങ്ങൾക്ക് 5 മണി വരെ കറക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് പറ്റത്തില്ല. ആർമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയൊക്കെ രാത്രി 12 മണി വരെ നമുക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് 5 മണി വരെ ആയിരിക്കും ടൈം ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉടനെ തന്നെ കറക്ഷൻ ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ലോഗിൻ ചെയ്യണം. ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ ചെന്നതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ആദ്യം ആ മിസ്റ്റേക്കെല്ലാം നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം അതിനകത്ത് എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, കറക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെ. ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റും, പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും. നോക്കൂ കുട്ടികളെ, സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കൂ, നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാരീഡ് സ്റ്റേറ്റസ്, അതായത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ, അത് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡൊമസൈൽ സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഡൊമസൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. ഡൊമസൈലിന് പകരം അവരുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾക്ക് ഡൊമസൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡിൻ്റെ അപ്ഡേറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡൊമസൈൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ് ഏതാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതേ സ്റ്റേറ്റിൻ്റെ തന്നെ ഡൊമസൈൽ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോക്കൂ കുട്ടികളെ, ഡൊമസൈൽ സ്റ്റേറ്റ് രാജസ്ഥാൻ എന്ന് കാണാം. ചില കുട്ടികൾ ഇതേ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കേരള എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഡൊമസൈൽ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. എപ്പോൾ റിജക്റ്റ് ആവുന്നതായിരിക്കും, നിങ്ങളവിടെ ഡൊമസൈൽ കാണിക്കുന്ന ആ ഒരു സമയത്ത്. മനസ്സിലായി? പിന്നെ ഇത്രയും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ കുട്ടികളെ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ഇനി നോക്കൂ, അപ്ലോഡ് ഫോട്ടോഗ്രാഫ്, ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഡൊമസൈലാണ്, ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ചൂസ് ഫയൽ ഓപ്ഷൻ പോയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡൗട്ടാണ് മിക്ക കുട്ടികൾക്കുള്ളത്, ഇവിടെ നിങ്ങൾ സ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒത്തിരി കുട്ടികൾ ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ടില്ല. ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലേറ്റ് പിടിച്ചിട്ട് അവരവരുടെ നെയിമും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഫോട്ടോയുടെ ആ ഒരു അപ്ഡേറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവുമോ? കുട്ടികളെ, ഒരിക്കലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവത്തില്ല. എന്തായാലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അഡ്മിറ്റ് കാർഡ് എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫോം ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. ക്ലിയർ ആയല്ലോ? പക്ഷേ ഡൊമസൈൽ അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും സ്റ്റേജ് 2 ആ ഒരു കാൻഡിഡേച്ചർ അപ്ഡേറ്റ് വരുമ്പോൾ. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. എങ്ങനെയാണോ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ക്ലിയർ?
ഇനി അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്, മിഡിൽ നെയിം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്, ജെൻഡർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മാർക്ക് 1 ആൻഡ് മാർക്ക് 2 നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ കുട്ടികളെ ഫൈനലി ഒരു അപ്ഡേറ്റ് കൂടി പറയാം. ഇവിടെ നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റ് എല്ലാം കാണാവുന്നതാണ്. അഡീഷണൽ ഇൻഫർമേഷൻ, ഫോട്ടോ, കമ്മ്യൂണിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, 12th എക്സാം സിറ്റി, ഡിക്ലറേഷൻ. ഈ ഫോം എല്ലാം തന്നെ നമ്മൾ ആൾറെഡി ഫില്ല് ചെയ്തതാണ്. അതായത് ഈ അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തതാണ്. ഫൈനലി ഒന്നുകൂടി ഞാൻ നിങ്ങളോട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. ഈ എല്ലാ അപ്ഡേറ്റും വെച്ചിട്ട് എന്തൊക്കെ കറക്റ്റ് ചെയ്യാം. നെയിം, ഫാദർ നെയിം, മദർ നെയിം, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അഡ്രസ്, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ, എക്സാം സിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഏത് മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ആധാർ നമ്പർ, പിന്നെ മാരിഡ് സ്റ്റാറ്റസ്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ പറ്റത്തില്ല, സിഗ്നേച്ചർ പറ്റത്തില്ല, തമ്പ് ഇംപ്രഷൻ, ഇതൊന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഉടനെ തന്നെ ചെക്ക് ചെയ്യണം. നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയം ലഭിക്കത്തുള്ളൂ. ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്റ്റേജ് 1-ലല്ല, സ്റ്റേജ് 2-ൽ ചെല്ലുമ്പോൾ അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫുൾ കാൻഡിഡേച്ചർ ക്യാൻസൽ ആകാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യരുത്. ഇന്ത്യൻ നേവിക്ക് അറിയാം, നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിലെ, അതായത് മിക്ക സ്റ്റേറ്റിലെ കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നേവി ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഇത്രയും നാൾ പഠിച്ച് ഫിസിക്കലും കഴിഞ്ഞ് മെഡിക്കലും പാസ്സായി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആ ഒരു അപ്ഡേറ്റ് വരെ എത്തുമ്പോൾ റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കേ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. എല്ലാ കുട്ടികളും ഉടനെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അണ്ടർ ഡിഫൻസ് അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേവി SSR, MR, MAയുടെ ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നേവി SSRൻ്റെ 4000, MR 2500, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ലഭിക്കും, സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1-ൻ്റെയും സ്റ്റേജ് 2-ൻ്റെയും പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടൈം ഒട്ടും ലേറ്റ് ആക്കരുത്. നിങ്ങളുടെ എക്സാം അപ്ഡേറ്റഡ് കാര്യങ്ങളും, അതായത് എക്സാം എപ്പോൾ സ്റ്റാർട്ട് ആവും, അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും, ഈ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാൻസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് നമ്മൾ സ്റ്റേജ് 1-ഉം സ്റ്റേജ് 2-ഉം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റേജ് 1-ലെ ക്ലാസ്സുകൾ, സ്റ്റേജ് 2-ലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്റ്റേജ് 2-ലെ ഫിസിക്കൽ ട്രെയിനിങ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? കുട്ടികളെ, ഇന്ത്യയുടെ എല്ലാ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന്. വീഡിയോ ഷെയർ ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് എല്ലാവർക്കും ടൈം ലഭിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരാളുടെയും ഫോം റിജക്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.